IPL കൊൽക്കത്തയ്ക്ക് കിരീടം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കിരീടം. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. വിവരങ്ങൾ കമലേഷ് തെക്കേക്കാട് നൽകും. കമലേഷ്, ഇത് വമ്പൻ വിജയമായി. എങ്ങനെയായിരുന്നു മത്സരം? തീർച്ചയായും ഒരു ഏകപക്ഷീയമായ ഒരു മത്സരമായിരുന്നു ഈ ഫൈനൽ മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദിന് 113 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. 18.3 അതായത് 18.3 ഓവറിൽ 113 റൺസിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അവർ ബാറ്റിംഗ് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പൂർണ്ണമായും വലിയ ഒരു വിജയം. വലിയ ഒരു മത്സരം തന്നെ കൊൽക്കത്തയുടെ ബൗളർമാർ അവരുടെ സൺറൈസേഴ്സിന്റെ ബാറ്റർമാർക്കെതിരെ കാഴ്ചവെച്ചു. നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. തുടരെ വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് തുടക്കം തൊട്ട് തന്നെ സൺറൈസേഴ്സിന്റെ ബാറ്റിംഗ് നിരയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും 18 ഓവറിൽ 113 റൺസ് എന്ന ചെറിയ ഒരു റൺസിലേക്ക് അവരെ ഒതുക്കാനും കൊൽക്കത്തയുടെ ബൗളർമാർക്ക് കഴിഞ്ഞു. രണ്ടാമതായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കേവലം 10 ഓവറിൽ തന്നെ അവരുടെ വിജയം കണ്ടെത്തി എന്നുള്ളതാണ്. 114 റൺസ്, 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 10 ഓവറിൽ തന്നെ 114 റൺസ് എന്ന വിജയ റൺസിലേക്ക് കൊൽക്കത്ത എത്തി എന്നുള്ളതാണ്. വെങ്കടേഷ് അയ്യരാണ് വളരെ മികച്ച ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചത്. 50 അർദ്ധ സെഞ്ചുറി കൊൽക്കത്തയ്ക്ക് വേണ്ടി വെങ്കടേഷ് അയ്യർ നേടി എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റ് താരങ്ങൾ ആരും തന്നെ ഒരു അർദ്ധ സെഞ്ചുറി മികവിലേക്ക് എത്തിയില്ല. 2 ടീമുകളിലുമായി അത്തരത്തിലുള്ള വലിയ സ്കോറുകളൊന്നും പിറന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വളരെ മികച്ച ഒരു മത്സരം ഈ ഫൈനൽ പോരാട്ടത്തിൽ, ഈ കലാശപ്പോരിൽ കാണാം എന്ന് കരുതിയിരുന്ന ആരാധകർക്ക് സ്വാഭാവികമായും ഒരു നിരാശ സമ്മാനിക്കുന്ന ഒരു മത്സരം എന്നുള്ള നിലയിലേക്ക് തന്നെ ഈ ഫൈനൽ പോരാട്ടം പോയി എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏകപക്ഷീയമായ ഒരു മത്സരമായി ഇത് മാറി എന്നുള്ളതാണ്. ആധികാരികമായ ഒരു വിജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് മേൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേടുന്നു എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. ഏതായാലും 3ാമത്തെ കിരീടമാണ് IPL കൊൽക്കത്ത നേടിയിരിക്കുന്നത്. ഫിജി. ശരി കമലേഷ്, കൊൽക്കത്തയ്ക്ക് IPL കിരീടം. ഇത് 3ാമത്തെ കിരീടമാണ് കൊൽക്കത്ത നേടുന്നത്.